സ്മാർട്ടിനൊപ്പം കേരളം സ്മാർട്ടായത് എല്ലാവരും അറിഞ്ഞല്ല. അതുപോലെ തന്നെ ഡബിൾ സ്മാർട്ടായി മാറിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ മുഴുവൻ ഫയൽ പ്രോസസ്സും 2024 ജനുവരി 1 മുതൽ കൃത്യമായി സ്മാർട്ടിലൂടെയാണ് പ്രോസസ് ചെയ്യുന്നതെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം. പാലക്കാട് ജില്ലയിൽ ആദ്യമായി സ്മാർട്ട് വഴിയുള്ള പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലാണ്. എങ്ങനെയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ജീവനക്കാർ സ്മാർട്ടിനെ കാണുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. 2024 ജനുവരി 1 മുതൽ സ്മാർട്ട് വഴിയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ അയക്കുവാനും തിരുത്തുവാനും പേയ്മെന്റുകൾ നടത്തുവാനും സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും കഴിയുമെന്നത് പൊതുജനങ്ങൾക്ക് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്നതും ഈ സ്മാർട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും നമസ്കാരം. 2024 ജനുവരി 1 മുതൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ സ്മാർട്ട് വഴിയാണ് എല്ലാ സേവനങ്ങളും നൽകി വരുന്നത്. പാലക്കാട് ജില്ലയിൽ സ്മാർട്ട് മുഖേന ആദ്യമായി ഫിനാൻസ് മൊഡ്യൂൾ നടപ്പിലാക്കിയ നഗരസഭയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. സിവിൽ രജിസ്ട്രേഷൻ, ലൈസൻസ്, പ്രോപ്പർട്ടി ടാക്സ് തുടങ്ങിയ മിക്ക സേവനങ്ങളും സ്മാർട്ട് വഴിയാണ് നമ്മൾ നൽകി വരുന്നത്. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനും തിരുത്തുന്നതിനും സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിനും സ്മാർട്ട് വഴി കഴിയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ വലിയ സ്വീകാര്യതയാണ് ഈ സ്മാർട്ടിന് ലഭിക്കുന്നത്. ജനുവരി 1 മുതൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും കൈകാര്യം ചെയ്യുന്നത് സ്മാർട്ട് മുഖേനയാണ്. ലൈസൻസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മാറ്റമാണ് സ്മാർട്ടിലൂടെ വന്നിട്ടുള്ളത്. അതായത് ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് സ്മാർട്ടിലൂടെ അറിയാൻ പറ്റും. അപേക്ഷ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓഫീസ് പ്രൊസീജിയറിന് ശേഷം ഫീസ് അടക്കുകയും ഫീസ് അടച്ച അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ആധികാരികമായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് സ്മാർട്ടിന്റെ മാത്രം പ്രത്യേകതയാണ്. ഹോട്ടൽ പരിശോധനയും അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധന നടത്തുമ്പോൾ അതിന് ഫൈൻ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എത്രയാണോ ഫൈൻ എന്നുള്ളത് ഡിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് മെസ്സേജായി വരികയും ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് റെസീറ്റും ഓൺലൈനായി തന്നെ ലഭിക്കുമെന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾ നികുതി പിരിക്കുന്നത് ഇമ്പോസ് മെഷീൻ വഴിയാണ്. വീട്ടിലിരുന്നു കൊണ്ടും ഫയൽ വർക്കുകൾ സ്മാർട്ട് വഴി ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും പൊതുജനങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ തന്നെ ഡൗൺലോഡ് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നല്ല സ്വീകാര്യമാണ് പറയാനുള്ളത്. ലെറ്റർ, പ്രൊസീഡിങ്സ്, സർട്ടിഫിക്കറ്റ് എന്നിവ സ്മാർട്ടിൻ്റെ ഭാഗമായിട്ട് ഡ്രാഫ്റ്റിംഗ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഫയലിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുമെന്നത് വളരെ വലിയ നേട്ടമാണ്. ഞങ്ങളും സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. ഞങ്ങളും സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. ഞങ്ങളും സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. ഞങ്ങൾ സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ജീവനക്കാർക്ക് സ്മാർട്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇനി നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾക്ക് സ്മാർട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് നമുക്ക് ചോദിക്കാം. എൻ്റെ വീട്ടിൻ്റെ നികുതി ഞാൻ അടയ്ക്കുന്നത് സ്മാർട്ട് ആപ്പിലൂടെയാണ്. ഞാൻ സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. എൻ്റെ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ പോവാതെ തന്നെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങളും സ്മാർട്ടായി സ്മാർട്ടിനൊപ്പം. എൻ്റെ വീടിൻ്റെ നികുതി മുനിസിപ്പാലിറ്റിയിൽ പോകാതെ തന്നെ സ്മാർട്ട് ഓൺലൈനിലൂടെ അടയ്ക്കുവാൻ കഴിഞ്ഞു. ഞാൻ സ്മാർട്ടായി സ്മാർട്ടിലൂടെ. ഡിജിറ്റൽ സിഗ്നേച്ചർ, മീറ്റിംഗ് മാനേജ്മെന്റ്, ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട മോഡിഫിക്കേഷൻസ്, ലൈസൻസുമായി ബന്ധപ്പെട്ട മോഡിഫിക്കേഷൻസ് നമ്മുടെ സ്മാർട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറുമെന്നതിൽ ഡൗട്ടില്ല. ഇനി
കേരളം മുഴുവൻ സ്മാർട്ടാവുകയാണ് കെ സ്മാർട്ടിലൂടെ. നിങ്ങളും സ്മാർട്ടല്ലേ?